ദേവീ ശരണം അമ്മേ ശ്രീ മഹാദേവ്യൈ നമഃ. മാലേയത്തെന്നലായൻ ദുരിതമകലയാക്കുന്ന നിൻ തൃക്കടാക്ഷം ചാലേ നീ തന്നിടേണം. കുടജമലയിലായി വാണിടും വാണിമാതേ, മാലേറിയിടും മനസ്സിൻ കഥനമകലയാക്കുന്നൊരമ്മേ, ധരിശ്രീപാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃതസന്താനവല്ലി സുചില്ലി. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ അഷ്ടമ അധ്യായമാണ് ഇന്ന് അവലോകനം ചെയ്യാനുള്ളത്. ഈ അധ്യായത്തിൽ ഇളാവൃത വർണ്ണനമാണ് നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീനാരായണൗവാചാതേഷു വർഷേഷു ദേവേശ പൂർവോക്തൈസ്തവനൈഃ സദാ പൂജയന്തി മഹാദേവീം ജപധ്യാനസമാധിഭിः. ഈ രാജ്യങ്ങളിൽ ദേവോത്തമന്മാർ മുമ്പ് പറഞ്ഞ സ്തുതികളെക്കൊണ്ടും ജപധ്യാനാദി സമാധികളെക്കൊണ്ടും മഹാദേവിയെ സദാ പൂജിക്കുന്നു. എല്ലാ ഋതുക്കളിലും പൂക്കൾ കൊണ്ട് പ്രശോഭിതമാണ് ഈ വനങ്ങൾ. ഫലങ്ങളും തളിരുകളും നിരന്തരമായിട്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഈ പർവ്വതത്തിൽ, പർവ്വതസാനുപ്രദേശത്തെ വനങ്ങളിൽ നിർമ്മലമായ ജലം നിറഞ്ഞ ഗിരിതടാകങ്ങളിലെല്ലാം വികസിച്ച് നിൽക്കുന്ന നീലത്താമര നിരകൾ, ഹംസങ്ങൾ, സാരസങ്ങൾ മുതലായിട്ടുള്ള പക്ഷികളെല്ലാം ഇവിടെ കാണപ്പെടുന്നുണ്ട്. അവയുടെയെല്ലാം കൂജനം ചെയ്യുന്ന മറ്റു പക്ഷിവൃന്ദങ്ങളും ധാരാളമായിട്ടുണ്ട്. അപ്സരസുകളൊക്കെ ജലക്രീഡ തുടങ്ങിയ വിചിത്ര വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ വിഹരിക്കുന്നുണ്ട്. ദേവന്മാർ യുവതികളോടുകൂടി സ്വൈരമായിട്ട് ഇവിടെ വന്ന് വിഹരിക്കുന്നു. ഈ 9 രാജ്യങ്ങളിലും ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ നാരായണൻ ലോകത്തെ അനുഗ്രഹിക്കുക എന്ന ഉദ്ദേശത്തോടെ ദേവിയെ ആരാധിച്ചുകൊണ്ട് കഴിയണു. എല്ലാവരാലും പൂജിക്കപ്പെടുന്ന അദ്ദേഹം തൻ്റെ മൂർത്തിഭേദങ്ങളാൽ പൂജിക്കപ്പെട്ടവനും ഏകാഗ്രചിത്തനുമായി അവിടെ സന്നിധാനം ചെയ്യണു. ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും ജനിച്ച ഭഗവാൻ ഭവൻ അഥവാ ശിവൻ ഏകനായി തൻ്റെ കാന്തയോടൊത്ത് ഇളാവൃതത്തിൽ വാഴുന്നു. ആ സ്ഥലത്തേക്ക് അന്യർക്കാർക്കും പ്രവേശനമില്ല. അവിടെ പ്രവേശിക്കുന്ന പുരുഷൻ ഭവാനീദേവിയുടെ ശാപശക്തി നിമിത്തം ഉടൻ തന്നെ സ്ത്രീയായിട്ട് ഭവിക്കും. നവമസ്കന്ധത്തിലെ ഭാഗവത പുരാണത്തിലെ പ്രഥമ അധ്യായത്തിൽ ഈ കഥ അവിടെ വരുന്നുണ്ട്. സുദ്യുമ്നൻ്റെ ചരിതം പറയുന്ന സമയത്ത് അങ്ങനെയുള്ള ദേവിയുടെ കോടിക്കണക്കിന് തോഴിമാരാൽ പരിവൃതയായ ദേവേശൻ സംഘർഷണദേവനെയും സർവഭൂതങ്ങളെയും ഉണ്ടാക്കുന്ന ആഗ്രഹത്തോടെ ധ്യാനയോഗത്തിൽ മനസ്സുറപ്പിച്ച് തുരീയമായിട്ടുള്ള താമസശക്തിയോടുകൂടി ഭജിച്ചുകൊണ്ട് മഹാദേവൻ അവിടെ വാഴുന്നു എന്ന് പറയുന്നു. എന്താണ് ഭജിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമഃ. ഇതേ മന്ത്രം നമുക്കവിടെയും കാണാം. ഭാഗവതത്തിലും പഞ്ചമസ്കന്ധത്തിൽ ഭൂഗോള വർണ്ണനയിൽ നമുക്ക് ഇതേ ശ്ലോകം ശ്രീരുദ്രൻ മഹാദേവൻ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. മഹാപുരുഷനും സർവഗുണപ്രഭാവനും അനന്തനും അവ്യക്തനും ആയിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഭജേ ഭജേന്യാരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരമ്പരായണം
ഭക്തേശ്വലം ഭാവിതബോധഭാവനം ഭവാവഹം ത്വാം ഭവഭാവമീശ്വരം മുതലായിട്ടുള്ള കുറേ ശ്ലോകങ്ങൾ, ഒരു 8-10 ശ്ലോകങ്ങൾ ഭഗവാൻ മഹാദേവൻ അവിടെ സംഘർഷണമൂർത്തിയെ ഭജിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ ദീർഘമായിട്ടിവിടെ ദേവി ഭാഗവതത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഭഗവാന്റെ മഹിമകളെ സംഘർഷണമൂർത്തിയുടെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള ഈ ശ്ലോകങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. അഷ്ടമ സ്കന്ധത്തിൽ 12 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം മഹാദേവൻ തന്നെ സംഘർഷണമൂർത്തിയായ ഭഗവാനെ പ്രസാദിപ്പിക്കാനായിക്കൊണ്ട് സദാ ഇളാവൃതത്തിൽ ഇതാ ശ്രീപാർവതി ദേവിയുമൊത്ത് ഭജിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളാണ് എന്നതുകൊണ്ട് മഹാശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങളാണ്. ഇപ്രകാരം ഭഗവാൻ ദേവീഗണത്താൽ പരിസേവിതനായി ഇളാവൃതത്തിൻ്റെ പ്രഭുവായ സംഘർഷണമൂർത്തിയെ ഉപാസിച്ചു കൊണ്ടിരിക്കണു. അതുപോലെ തന്നെ ധർമ്മപുത്രനായ ഭദ്രശ്രവസ്സും ആ കുലത്തിൻ്റെ അധിപതികളും ഭദ്രശ്രവസ്സിൻ്റെ ദേവകന്മാരും ഭദ്രാശ്വവർഷത്തിൽ വാസുദേവൻ്റെ മൂർത്തിഭേദമെന്ന വിശ്രുതമായിട്ടുള്ള ഹയഗ്രീവമൂർത്തി എന്ന പേരുള്ള ഹയഗ്രീവമൂർത്തിയെ ഭജിച്ചുകൊണ്ടിരിക്കണു. ഭദ്രശ്രവസ്സുകൾ ഹയഗ്രീവമൂർത്തിയെ ഭജിക്കുന്ന മന്ത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓം നമോ ഭഗവതേ ധർമായ ആത്മാവിശോധനായ നമ ഇതി. പിന്നീട് 2-3 ശ്ലോകങ്ങളും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭദ്രശ്രവസ്സുകൾ അവിടെ ഭദ്രാശ്വത്തിൽ ഭദ്രാശ്വവർഷം എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണു എന്നുള്ളതിനെ അവിടെ 24, 25, 26, 27 എന്നീ ശ്ലോകങ്ങളിൽ കൂടി അവിടെ ദീർഘമായിട്ട് പറയുന്നുണ്ട്. ഏവം സ്തുവന്തി ദേവേശം ഹയശീർഷം ഹരിം ചതേ ഭദ്രശ്രവസനാമാനോ വർണ്ണയന്തി ച തദ്ഗുണാൻ. ഭദ്രശ്രവസ്സുകൾ ഹയശീർഷനായ ഹരിയെ, ഹയഗ്രീവമൂർത്തിയായിട്ടുള്ള ഹരിയെ ഇപ്രകാരം വാഴ്ത്തുന്നു, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കണു. അവരുടെ ഈ ചരിതം പഠിക്കുന്നവനും കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും പാപകഞ്ചുകം വെടിഞ്ഞ് ആ ദേവിയുടെ പാദങ്ങളിൽ എത്തിച്ചേരുന്നു, മോക്ഷപദം നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്ടമസ്കന്ധത്തിലെ അഷ്ടമ അധ്യായം ഇവിടെ പൂർത്തീകരിക്കുന്നത്. വീണ്ടും അതാ ആ